ഹലോ, ഞാൻ നിങ്ങളുടെ ആയനാമ്മു. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീണ്ടും ഒരു കഥയായിട്ടാണ് വന്നേക്കുന്നത്. കഥയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ടെലിഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത എല്ലാവരും ജോയിൻ ചെയ്തോളൂ കേട്ടോ. നമുക്ക് അവിടെ അങ്ങ് കൂടാമല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് കഥയിലേക്ക് പോയാലോ. മാമനോടും മാമിയോടും ഒക്കെ യാത്ര പറഞ്ഞിറങ്ങിയ അജു ബാഗൊക്കെ എടുത്ത് ഓട്ടോയിൽ വെച്ചുകൊണ്ട് നേരെ പോയത് ബസ് സ്റ്റാൻഡിലേക്കായിരുന്നു. 2 വർഷം നാട്ടിലെ ഒരു LP സ്കൂളിൽ അധ്യാപകനായിരുന്നു അജു. സ്ഥിര നിയമനമൊന്നും ഇല്ലെങ്കിലും നല്ല ശമ്പളവും ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുത്ത ഇമേജും ഒക്കെ അവൻ്റെ ജീവിതം തന്നെ ഹാപ്പിയാക്കിയിരുന്നു. അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ അമ്മയെ ഉപേക്ഷിച്ച് വേറൊരു സ്ത്രീയുടെ കൂടെ പോയിരുന്നു. പിന്നീടുള്ള കാലം അമ്മയുടെ സംരക്ഷണയിലായിരുന്നു അജു വളർന്നത്. +2 പഠിക്കുന്ന സമയത്ത് അമ്മയെയാണ് നഷ്ടപ്പെടുന്നത്. ആ പ്രായത്തിൽ കൂടെ നിർത്താൻ ബന്ധുക്കളൊക്കെ മടിച്ചപ്പോൾ അമ്മയുടെ ഒരേ ഒരു അനിയൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൈപിടിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ സ്നേഹവും കടപ്പാടും ഒക്കെ അജുവിന് മാമനോടുണ്ട്. ഇപ്പോൾ കിട്ടിയത് സ്ഥിര നിയമനവുമാണ്. കുറച്ച് ദൂരെയാണെങ്കിലും കാശൊന്നും അടയ്ക്കാതെ നിയമിക്കാമെന്ന് അവർ വിളിച്ചു പറഞ്ഞപ്പോൾ ആദ്യം ഒരു സംശയമൊക്കെ തോന്നിയെങ്കിലും സ്ഥിര ജോലി അജുവിൻ്റെയും ഒരു സ്വപ്നം തന്നെയായിരുന്നു. ഇനിയല്ല, വരുന്നിടത്ത് വെച്ച് കാണാം. ബസ്സുകൾ ഓരോന്നായി മാറി മാറി കയറി വൈകിട്ട് 4 മണിയായപ്പോൾ തന്നെ അയച്ചു തന്ന ലൊക്കേഷൻ പ്രകാരം വലിയൊരു തറവാട് വീടിൻ്റെ മുന്നിലാണ് അവൻ എത്തിച്ചേർന്നത്. കവലയിൽ നിന്ന് വിളിച്ച ഓട്ടോക്കാരനാ പൈസയും കൊടുത്ത് ബാഗൊക്കെ വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് നടുവൊന്ന് നിർത്തി. സാർ ഇവിടെ പുതിയതാണല്ലോ, ഇവിടെ എന്താ? ഓട്ടോ ഡ്രൈവർ അജുവിനോട് തിരക്കി. ജോലി കിട്ടി വന്നതാ ചേട്ടാ, ഇവിടെ അടുത്തുള്ള LP സ്കൂളിൽ മാഷായിട്ട്. മാഷായിരുന്നോ? കണ്ടാ പറയില്ല കേട്ടോ, അയാൾ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് മൊഴിഞ്ഞു. പിന്നെ എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി സാർ. ഇവിടെ തന്നെയാണെങ്കിൽ നമ്മൾ ഉറപ്പായും കാണേണ്ടവർ തന്നെ അല്ലേ? ഇനി ഇവിടെ കാണും ചേട്ടാ. അതൊക്കെ ഇരിക്കട്ടെ, ഈ സ്കൂള് ഇവരുടെയാണോ? പഴയ പ്രമാണിമാരല്ലേ? മുസ്തഫ ഹാജി തുടങ്ങിയ സ്കൂളൊക്കെ. ഹാജി മരിച്ചതിന് ശേഷം മൂത്ത മകനാണ് ഇതൊക്കെ നോക്കി നടത്തുന്നത്. ആളെങ്ങനെയാ? നല്ല മനുഷ്യനാണെന്നേ. കോടിക്കണക്കിന് ഉണ്ടായെങ്കിലും അതിൻ്റെ ഒരു ഭാവവും ഇല്ലാത്ത ആളാണ്. പിന്നെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും കൂടിയാണ് ആള്. എങ്കിൽ ശരി ചേട്ടാ, നമുക്ക് ഇനിയും കാണാം കേട്ടോ. അജു പറഞ്ഞുകൊണ്ട് ബാഗും തൂക്കി ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി. എന്ത് മനോഹര ഇടം! മരങ്കാലുകൾ കൊണ്ട് ഇരുട്ടും അന്തരീക്ഷം. അതായിരുന്നു അവിടെ മുഴുവൻ. ഗേറ്റ് കടന്നാൽ 10-30 മീറ്ററോളം നടക്കണം വീടിന് മുന്നിലെത്താൻ. സൈഡിലെല്ലാം ബലവൃക്ഷങ്ങൾ ഇടതൂർന്ന് വളർന്നിട്ടുണ്ട്. ആരായാലും മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ കോളിംഗ് ബെല്ലിൽ അമർത്തിയൊന്ന് ഞെക്കി. ആരാ? ബെല്ലടിച്ച് 2 മിനിറ്റ് കഴിഞ്ഞതും മുന്നിലെ വാതിലും തുറന്നുകൊണ്ടൊരു സ്ത്രീ ഇറങ്ങി വന്ന് ചോദിച്ചു. മാഡം, ഞാൻ അജു, ഇവിടെ LP സ്കൂളിലേക്ക്. മനസ്സിലായി. കയറി ഭാഗത്തേക്ക്, ഞാൻ ഇക്കയെ വിളിക്കാം. പറഞ്ഞു തീരും മുന്നേ കാര്യം മനസ്സിലായവർ മുഖത്തൊരു ചിരിയൊക്കെ വരുത്തിക്കൊണ്ട് അജുവിനെ അകത്തേക്ക് ക്ഷണിച്ചു. എന്തു ഭംഗിയാ വീടിനകമൊക്കെ കാണാൻ. ചുറ്റുപാട് ഒന്ന് കണ്ണോടിച്ച് ആദ്യം കാണുന്ന കുട്ടിയെപ്പോലെ അത്ഭുതം കയറി നിൽക്കുമ്പോഴാണ് പിറകിൽ നിന്ന് ആരോ നടന്നു വരുന്നതായി തോന്നിയതും. അജു വേഗം തന്നെ തിരിഞ്ഞു നോക്കി. അജു അല്ലേ? എനിക്ക് ഞാനായിരുന്നു തന്നോട് വിളിച്ച് സംസാരിച്ചതൊക്കെ. രാഷ്ട്രീയക്കാരെ പോലെ വെള്ള ഇട്ടുകൊണ്ടുവന്ന ആളിനെ ചട്ടുമുടിയൊന്ന് നോക്കി. ശരിയാ, ഓട്ടക്കാരൻ ചേട്ടൻ പറഞ്ഞത് നല്ലൊരു നിഷ്കളങ്കനാണെന്ന് തോന്നുന്നു. അതിഥിയോടുള്ള മാന്യമായ പെരുമാറ്റത്തിൽ മനം നിറഞ്ഞ അവൻ പതിയെ കസാരയിലേക്ക് ഇരുന്നു. അപ്പോഴേക്കും പുറത്തിറങ്ങി വന്ന സ്ത്രീയും അയാളുടെ അടുത്തേക്ക് തന്നെ വന്നിരുന്നു. അന്ന് വിളിച്ചപ്പോൾ നമ്മൾ സ്കൂളിലെ കാര്യങ്ങളും മറ്റും സംസാരിച്ചത്. അജുവിൻ്റെ വീട്ടിലാരൊക്കെയുണ്ട്? ഞാൻ മാമൻ്റെ കൂടെ താമസമൊക്കെ. അച്ഛനും അമ്മയൊക്കെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചിരുന്നു. അയാൾ മൂളിക്കൊണ്ട് അടുത്ത് നിന്ന സ്ത്രീയെന്ന് നോക്കി. പരിചയപ്പെടുത്താൻ പറഞ്ഞു. ഇതെൻ്റെ ഭാര്യ ഷംലത്ത്. അവൻ അവരെ നോക്കിയെന്ന് ചിരിച്ചു. പിന്നെ താമസ സ്ഥലം നോക്കി ഇനി അലയൊന്നും നിൽക്കണ്ട കേട്ടോ. ഇവിടെ പിറകിലുള്ള ഓട്ടോസ് താമസിക്കാം. ഭക്ഷണം ഇവിടെ നിന്നാകാം കേട്ടോ. ശരി മാഡം. അവൻ കുറച്ചു നേരം കൂടി അവരുടെ കൂടെ സംസാരിച്ചിരുന്നിട്ട് ഔട്ടോസിൻ്റെ താക്കോലും വാങ്ങി പിറകിലേക്ക് നടന്നു.
എന്തായാലും താമസവും ആഹാരവും ഇവിടെ നിന്നായതുകൊണ്ട് അതിനുവേണ്ടി പൈസ ചിലവാക്കാൻ നിൽക്കണ്ട, അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് വാതിലും തുറന്ന് അകത്തേക്ക് കയറി. തൻ്റെ വീടിനേക്കാൾ നല്ല വലിപ്പമുണ്ടായിരുന്നു ഇവിടുത്തെ ഔട്ട് ഹൗസിന്. വലിയ മുറിയും കട്ടിലും ബെഡും മേശയും അറ്റാച്ച്ഡ് ബാത്റൂമും. ജോലി കിട്ടിയത് പട്ടിക്കാട്ടിലാണെങ്കിലും പരിചയപ്പെട്ടവരൊക്കെ വളരെ സ്നേഹമുള്ളവരായിരുന്നു. ബാഗൊക്കെ തുറന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്തു വെച്ച അജു ഡ്രസ്സൊക്കെ മാറിയിട്ട് ഫോണെടുത്ത് വന്നെത്തിയ കാര്യം വീട്ടിലോട്ട് വിളിച്ചു പറഞ്ഞു. താമസവും ഭക്ഷണമൊക്കെ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ശരിക്കും സന്തോഷമായി. അങ്ങനെ സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പുതിയ സ്ഥലത്തെ ജോലി, പരിചയമില്ലാത്ത ആളുകൾ, പുതിയ ബന്ധങ്ങൾ, ഓരോന്നാലോചിച്ച് കിടന്ന് എപ്പോഴോ കണ്ണിലേക്ക് ഉറക്കം വന്നിരുന്നു. ഇനി അജുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റയ്ക്കിരിക്കാൻ പണ്ട് മുതലേ ബുദ്ധിമുട്ടുള്ള സ്വഭാവക്കാരനാണ്. ആരോടൊരു പിണക്കോ നീരസോ കാണിക്കാതെ ചാടിക്കറി കാര്യങ്ങൾ തിരക്കുകയും സംസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നവൻ. വയസ്സ് 30 കഴിഞ്ഞെങ്കിലും ഇതുവരെ വിവാഹത്തെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. അതിന് കാരണങ്ങളുണ്ടായിരുന്നെന്ന് പറയാൻ വേണേ. +2 കഴിയുന്നവരെ വലിയ കൂട്ടുകാരൊന്നും തന്നെ അവനില്ല. സ്കൂള് വിട്ട വീട്, വീട് വിട്ട സ്കൂള്, അതായിരുന്നു അവൻ്റെ ലോകം. കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോകുന്ന ശരീരപ്രകൃതം, വെളുത്ത നിറവും 5 അടി പൊക്കവും. ശരിക്കും സുന്ദരനായിരുന്നു അജു. ഹലോ മാഷേ, എന്താ തിരയുന്നേ? പെട്ടെന്നുള്ള ചോദ്യം കേട്ട് അജുവിൻ്റെ കണ്ണുകൾ 4 വടമൊന്ന് പരതി. ഇങ്ങോട്ട്, ഇവിടെ നോക്കും മാഷേ. ദേ ജനലിൻ്റെ ഭാഗത്തേക്ക്. അടുക്കളുടെ പിൻഭാഗത്ത് കിടന്ന് പിടക്കൊഴി മുട്ടയിടാൻ വെപ്രളം കൂട്ടുന്നത് പോലെ അജുവിൻ്റെ പ്രകടനം കണ്ട് ഷംലത്ത് ജനവാതിലൂടെ ചിരിച്ചുകൊണ്ട് തിരക്കി. എന്താ ഇവിടെ ആയിരുന്നു? എന്താ അവിടെ നിൽക്ക്, ഞാൻ ദേ വരുന്നു. ഷംലത്ത് പറഞ്ഞുകൊണ്ട് അടുക്കള വാതിലും തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്താ മാഷേ രാവിലെ ഒരു തിരച്ചിൽ? അവൾ ചോദിച്ചുകൊണ്ട് തൻ്റെ മുന്നിലേക്ക് വന്ന് എത്തിയെ കണ്ട് അജു ശരിക്കും ഞെട്ടി. ഇന്നലെ വൈകിട്ട് കണ്ട പോലെ അല്ലായിരുന്നു അവർ. ഇങ്ങനെയൊക്കെ ഒരാൾക്ക് മാറാൻ പറ്റുമോ? അതോ തല ശ്രദ്ധിക്കാതെ പോയതാണോ? ചെറിയൊരാശയക്കുഴപ്പം അവൻ്റെ മനസ്സിനെ വലിച്ചു. ഇക്കയും തമ്മിൽ ഒരുപാട് വയസ്സിന് വ്യത്യാസമൊക്കെ തോന്നിയെങ്കിലും ഇന്നലത്തെ പോലെ മൂടിപ്പുറച്ചല്ലായിരുന്നു അവരുടെ വരവ്. ഒരു നിമിഷം മുന്നിൽ വന്ന് നിൽക്കുന്ന ആളിനെ സ്വപ്നത്തിലെന്ന പോലെ അവൻ അടിമുടിയൊന്ന് നോക്കി. സിനിമാ നടി മീര നായരുടെ ഒരു മുഖഭാവമായിരുന്നു ഷംലത്തിന്. വെളുത്ത നിറവും അത്യാവശ്യം നീളവും അതിനൊത്ത എല്ലാം ഉണ്ട്. നല്ലവണ്ണം സൗന്ദര്യമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കൂട്ടത്തിലാണെന്ന് അജുവിന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ആ വെളുത്ത കൈകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഓരോ രോമങ്ങളും പിന്നെ വെളുത്തതും താഴ്ത്തതും ഒക്കെ നല്ലതുപോലെ ഉണ്ട്. അജു നിമിഷം കൊണ്ട് തന്നെ ഒക്കെ റെക്കോർഡ് ചെയ്തു മനസ്സിലേക്ക്. ഹലോ മാഷേ, രാവിലെ സ്വപ്നം കാണുവാണോ? എത്തേണ്ട ചോദ്യം അവനെ ഉണർത്തിയതും അജു അവളെ നോക്കിയൊന്ന് ചിരിച്ചു. ഈ തുണിയൊക്കെ ഒന്ന് കഴുകണമായിരുന്നു, ഒരു ബക്കറ്റ് കിട്ടിയാൽ കൊള്ളാം. അതായിരുന്നു കാര്യം. ഷംല ചിരിച്ചുകൊണ്ട് പിറകിലിരുന്ന ബക്കറ്റ് എടുത്ത് അജുവിന് നൽകി. പിന്നെ ചായ കുടിച്ചായിരുന്നോ? ഞാൻ രാവിലെ ഫ്ലാസ്കിലാക്കി വെളിയിൽ കൊണ്ട് വെച്ചിരുന്നു. വിളിക്കണമെന്ന് വിചാരിച്ചതാ. അപ്പോഴാണ് ഇതിന് ഒരുപാട് യാത്രയൊക്കെ ചെയ്ത് വന്നതല്ലേ എന്ന് ഓർത്തത്. അതാ വിളിക്കാതിരുന്നത്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഉറങ്ങിപ്പോയി. അല്ലെങ്കിൽ എൻ്റെ സമയം 7 മണിയാണ്. ഇക്ക എവിടെ? ഇക്ക രാവിലെ ഇറങ്ങി അജു. പൊതുപ്രവർത്തനമല്ലേ, ഇനി എല്ലാം കഴിഞ്ഞ് പാതിരാത്രിയിലൊക്കെ നോക്കിയാൽ മതി. അതിരിക്കട്ടെ, വീടും സ്ഥലമൊക്കെ ഇഷ്ടമായോ മാഷിന്? അതടിപൊളിയല്ലേ, ഈ വീടും വീട്ടുകാരും ഒക്കെ. പക്ഷേ ഈ മാഷി എന്നുള്ള വിളിയൊന്ന് മാറ്റിയേ കൊള്ളായിരുന്നു. ഇത് ശരിക്കും മനഃപൂർവ്വം വിളിച്ചത് അജുവിനെ. ഇന്നലെ വന്നപ്പോൾ എന്നെ കുറേ വിളിച്ചതല്ലേ മാഡം മാഡം എന്ന്. എനിക്കത് കേട്ടപ്പോൾ എന്തോ പോലായിരുന്നു. അതാ ഞാൻ ഇത്തേന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ്. അപ്പോൾ പകരം വീട്ടിയതായിരുന്നോ? പിന്നെ അല്ലാതെ. ഷംലത്തും അജുവും ചിരിച്ചുകൊണ്ട് മുഖത്തോട് മുഖമൊന്ന് നോക്കി. ഇത്രയും വലിയൊരു വീട്ടിൽ ഇക്കായും ഇത്തായും മാത്രമാണോ താമസം? ആരും അറിഞ്ഞു? മോളുണ്ട്, അവൾ പിന്നെ ഇങ്ങനെ പുറത്തോട്ടൊന്നും പോകാറില്ല, എപ്പോഴും ഇവിടെ തന്നെ ആയിരിക്കും. പിന്നെ സുജാതയുണ്ട്. സുജാതയോ? അതാരാ? ആരാന്ന് ചോദിച്ചാൽ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ഇവിടുത്തെ ജോലിക്കാരിയാണെന്ന് പറയാം. പക്ഷേ അവൾക്കിവിടെ എന്തിനും പൂർണ്ണ സ്വാതന്ത്ര്യം. അതുമല്ല, ഞങ്ങൾ ഒരുമിച്ച സ്കൂളിലൊക്കെ പഠിച്ചത്.
എന്നിട്ട് ആളിനെ കണ്ടില്ലല്ലോ. ശനിയാഴ്ച വീട്ടിൽ പോകും. ഇനിയിപ്പോൾ നാളെ രാവിലെ നോക്കിയാൽ മതി ആളിനെ. എങ്കിൽ അജുവിൻ്റെ പണി നടക്കട്ടെ. ഞാനാണെങ്കിൽ സംസാരിച്ച് തുടങ്ങിയ പിന്നെ നിർത്തില്ല. ശമ്പളത്തെ ചിരിച്ചുകൊണ്ട് അതൊക്കെ ഇതാക്കി അടുക്കളയിലേക്ക് കയറി. അജു ബക്കറ്റ് കിട്ടത്തുകൊണ്ട് തുണി അലക്കാനും. ഇച്ചിരി നേരത്തെ സംസാരം കൊണ്ട് തന്നെ അജുവും ശമ്പളത്തും അകൽച്ചയില്ലാതെ അടുത്തിരുന്നു. ഇത്തയുടെ ആ കലബല സംസാരവും ചിരിയൊക്കെ വീടും നാടുമൊക്കെ വിട്ട് ഇവിടേക്ക് വന്ന അവന് വല്ലാത്തൊരു ഊർജം നൽകിയിരുന്നു. അങ്ങനെ സമയം മുന്നോട്ട് നീങ്ങി. ശമ്പളത്തിത്ത ഉണ്ടാക്കിക്കൊണ്ടുവന്ന സൺഡേ സ്പെഷ്യൽ ബീഫ് കറിയും അരിപ്പത്തിൻ്റെയൊക്കെ വയറ് നിറച്ച് കഴിച്ചുകൊണ്ട് വെറുതെ ഫോണിൽ കളിച്ച് കിടക്കുമ്പോഴാണ് നാട്ടിലെ മധുരമൂറുന്ന ഓർമ്മകൾ അവൻ്റെ മനസ്സിനെ കീഴടക്കിയത്. അമ്മയുള്ള കാലത്ത് ഒരു പെണ്ണിൻ്റെ മുഖം പോലും നേരെ നോക്കി നിന്ന് സംസാരിക്കാൻ മടിയായിരുന്നു അജുവിന്. പേരിന് കുറച്ച് കൂട്ടുകാരും മറ്റുമൊക്കെ പഠിക്കുന്ന പ്രായത്തിൽ തന്നെ ചുറ്റിനുണ്ടായിട്ടും വഴിവിട്ട ഒരു ചിന്തകളും അവൻ്റെ മനസ്സിന് താളം തെറ്റിച്ചിരുന്നില്ല. പക്ഷേ എല്ലാത്തിനും ഒരു അവസാനം കാണുമല്ലോ. ജീവിതത്തിൽ അതുപോലെ ഒന്നായിരുന്നു മാമൻ്റെ വീട്ടിലേക്കുള്ള അജുവിൻ്റെ വരവ്. അമ്മയുടെ അനിയനാണെങ്കിലും അമ്മയേക്കാൾ 10-12 വയസ്സിന് ഇളയതായിരുന്നു മാമൻ. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് 34 വയസ്സുള്ള മാമൻ 18കാരി സീമ മാമിയെ വിവാഹം കഴിക്കുന്നത്. കാശുള്ള വീട്ടിൽ നിന്ന് വന്നതിൻ്റെ ഓരോ അഹങ്കാരവും കാണിക്കാതെയാണ് അവർ വീട്ടിലുള്ളവരുടെ സ്നേഹം പിടിച്ചു പറ്റിയത്. നല്ല അടക്കം ഒതുക്കുള്ള ഉത്തമയായ ഭാര്യയെപ്പോലെ മാമി എല്ലാവരുടെയും മനസ്സ് കവർന്നു. അതും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ. അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ അജുവിൻ്റെ കാര്യങ്ങളും സീമ നല്ലപോലെ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് പോയി. +1 പഠിക്കുന്ന സമയത്താണ് വീട്ടിലുള്ള എല്ലാവരുടെയും മനസ്സ് നിറച്ച് മാമൻ്റെയും മമ്മിയുടെയും മകളിൽ നിന്ന് സങ്കടവും മാറ്റിക്കൊണ്ട് മാമി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നത്. പിന്നീട് അമ്മയും കൂടി പോയതോടെ ഒറ്റപ്പെട്ടു പോയ അജുവിനെ മാമിയുടെ നിർബന്ധപ്രകാരം വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. +2 എക്സാമൊക്കെ എഴുതി വെക്കേഷൻ സമയത്ത് മാമിയുടെ കൂടെ തന്നെയായിരുന്നു അവൻ. എല്ലാ കാര്യങ്ങൾക്കും കൂടെ പോവുകയും വരികയും കുഞ്ഞിനെ നോക്കിയതൊക്കെ അവൻ്റെയും കൂടെ അവകാശമെന്നോണം സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് നീങ്ങി. ടൗണിൽ ചെറിയൊരു പലചരക്ക് കടയുള്ള മാമൻ രാവിലെ പോയാൽ പിന്നെ രാത്രി 11-12 മണിയാകും വീട്ടിൽ തിരിച്ചെത്താൻ. ഈ സമയമൊക്കെ സീമയ്ക്കും വലിയൊരു കൂട്ട് തന്നെയായിരുന്നു അജു. എന്നാൽ പോകെ മാമയുടെ പെരുമാറ്റം അവൻ്റെ ഓരോന്ന് ഇതാക്കി തുടങ്ങി. ആദ്യമൊക്കെ കുഞ്ഞിനിത് കൊടുക്കുമ്പോൾ വാതിലടയ്ക്കുന്ന മാമി പതിയെ അതൊക്കെ ഒഴിവാക്കി അജുവിൻ്റെ മുന്നിലിരുന്ന് പോലും കൊടുക്കാൻ ആരംഭിച്ചു. ചെറിയൊരു അത് കണ്ടാൽ പോലും സ്റ്റാൻഡപ്പ് അടിക്കുന്ന പ്രായമാണല്ലോ അതൊക്കെ അങ്ങനെ അവനും ആസ്വദിച്ച് തുടങ്ങി. വിവാഹം കഴിച്ച് വന്നപ്പോഴുള്ള മാമിയെ അല്ലായിരുന്നു ഇപ്പോൾ. പ്രസവമൊക്കെ കഴിഞ്ഞ് ആൾ ശരിക്കൊരു കുതിരയെ പോലെ മാറിയിരുന്നു. ഇനി ഞാൻ മാമിയെക്കുറിച്ചൊന്ന് പറയട്ടെ. മാമിയെക്കുറിച്ച് പറഞ്ഞാൽ കാണാനൊരു ഇരുനിറമാണെങ്കിലും മുഖസൗന്ദര്യം ഒന്ന് വേറെ തന്നെയായിരുന്നു. നീളമുള്ള മുടികളും വട്ടമുഖവും ആ കണ്ണും മാമിയെ സുന്ദരിയാക്കുമ്പോൾ എന്താ പറയുക, ആ മേളത്തതും താഴത്തതും ഒക്കെ ഇങ്ങനെ തുളുമ്പി നിൽക്കുന്നത് അതൊരു പ്രത്യേകത തന്നെയായിരുന്നു. ഇടയ്ക്കൊക്കെ മാമയുടെ കൂടെ കടയിലോട്ടൊക്കെ പോകുമ്പോൾ റോഡിലിരിക്കുന്ന ആളുകളുടെയൊക്കെ ആ നോട്ടം പുറമേ തന്നെയായിരുന്നു. എന്നാൽ മനുവിനെ ആകർഷിച്ചത് സീമയുടെ ആ ഗന്ധം, ആ നനവ്, അതൊക്കെയായിരുന്നു. ഒരു ദിവസം സമയം വൈകിട്ട് 5 മണിയോട് അടുക്കുന്നു. കുഞ്ഞിനെ കൊടുത്തിട്ട് ആ സിമ്പ് പോലും പിടിച്ചിട്ടാതെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന സീമ TV കണ്ടുകൊണ്ടിരുന്ന അജുവിൻ്റെ അടുത്തേക്ക് വന്ന് നൈറ്റ് മുട്ടിന് മേലെ വരെ പൊക്കി വെച്ചിട്ട് കസാരയിലേക്ക് ഇരുന്നു. അവളുടെ ആ ഇരുത്തം കണ്ടതും അവൻ്റെ ഇത് സ്റ്റാൻഡപ്പ് അടിച്ചു. എന്ത് തിളക്കാന്നറിയോ അവിടെ കാണാൻ. അജു നോക്കി വെള്ളം ഇറക്കി. എടാ TV കാണാതെ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നിരിക്കടാ ഇവിടെ. എന്താ മാമി, എന്താണോ ചെറുക്കൻ്റെ മുടി കിടക്കുന്ന കണ്ടില്ലേ? മാമി എണ്ണ തേച്ചില്ല നിനക്ക്? ഞാൻ തേച്ചോളാം മാമി. അതായത് അങ്ങനെ ഇരിക്കുന്നത് കാണാനുള്ള ആഗ്രഹം ഉണ്ടായിട്ടും പുറത്ത് കാണിക്കാതെ അവനിങ്ങനെ പറഞ്ഞു. ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ അങ്ങോട്ട് വരും, പറഞ്ഞേക്കാം. ഉടുപ്പൂരി മാറ്റിയിട്ട് വന്നേനെ. ഉടുപ്പ് ഊരണോ?
എന്ത്? ഓ, ഒരു നാണക്കാരൻ. ഇങ്ങോട്ട് വാചെടുക്ക, സമയം പോകുന്നു. ഇട്ടൻ്റെ ഷർട്ടും മാറ്റി കയ്യിലെടുത്തോണ്ട് മാമിയുടെ കസേരയുടെ താഴെ ഇരുന്നതും സീമ കയ്യിലേക്ക് എണ്ണ പകർന്ന് അവൻ്റെ മുടിയിലേക്ക് തേച്ച് തടവാൻ തുടങ്ങി. എടാ, കുളിക്കാൻ നേരെങ്കിലും എണ്ണ തേച്ചില്ലെങ്കിൽ നിൻ്റെ മുടിയൊക്കെ പൊട്ടി പറഞ്ഞു പോകും ചെറുക്ക. അങ്ങനെ പൊട്ടുമോ മുടിയൊക്കെ? പിന്നെ പൊട്ടില്ലേ? മുടിയിലൊക്കെ എണ്ണ തേച്ച സീമ അവൻ്റെ തോളിലും പുറത്തുമൊക്കെ പതിയെ മസാജ് ചെയ്തു. മാമി, എന്താടാ? ഒന്നുമില്ല, നല്ല സുഖം പുറത്തൊക്കെ ഇതാക്കിയപ്പോൾ. ഓ, അവൻ്റെ ഒരു സുഖം. നിൻ്റെ പുറത്തൊക്കെ കുലുക്കുന്നുണ്ട്. തേച്ചിരിച്ച് കുളിക്കാത്തതിൻ്റെയാ. പുറത്ത് കഴിയത്തില്ലല്ലോ മാമി. പിന്നെ ഞാനെന്ത് ചെയ്യാനാ? ഓഹോ, നിനക്ക് അല്ലെങ്കിലും പറയാൻ 100 കാര്യങ്ങൾ കാണുമല്ലോ. മോനുടരുന്നതിന് മുമ്പ് കുളിക്കാൻ നോക്ക്, മാമി വന്ന് തേച്ച് തരാം പുറം. അയ്യേ, അതൊന്നും വേണ്ട. എടാ ചെറുക്ക, ഇപ്പോഴേ നീ ഇങ്ങനെ നാണം കുടുങ്ങി ആവല്ലേ. 10-20 വയസ്സാവാൻ പോവാ. അവൻ ഇപ്പോഴും നാണം പോലും. നീ എഴുതിയിട്ട് ബാത്റൂമിലേക്ക് പോയേ. കൈ പറ്റിയ എണ്ണ സീമ കുനിഞ്ഞുകൊണ്ട് കാലുകളിൽ തേച്ച് പിടിപ്പിക്കുമ്പോൾ അജുവിൻ്റെ കണ്ണുകൾ പോയത് പുറത്തേക്ക് ചാടാൻ തുളുമ്പി നിൽക്കുന്ന അവിടേക്ക് തന്നെയായിരുന്നു. പറഞ്ഞതുപോലെ കേട്ടില്ലെങ്കിൽ മാമിയുടെ കയ്യിൽ നിന്ന് മാത്രമല്ല, മാമിൻ്റെ വായിൽ നിന്ന് കേൾക്കേണ്ടി വരുമെന്ന് അവന് നല്ലപോലെ അറിയാം. പറ്റിയെ നടന്ന് ബാത്റൂമിലേക്ക് കയറിയ അവൻ ശരീരത്തെ ബാക്കിയുണ്ടായിരുന്ന ഉള്ളതും താഴ്ത്തതും ഒക്കെ മാറ്റി ഒരു കുട്ടി തോർത്തെടുത്തുകൊണ്ട് ബക്കറ്റിൽ വെള്ളം തുറന്ന് വിട്ടപ്പോഴാണ് മാമിയുടെ വരവ്. നീല നിറത്തിലുള്ള കോട്ടൺ നൈറ്റി 2 സൈഡിൽ നിന്ന് മേലേക്ക് പൊക്കി അരയിൽ കുത്തിയിട്ടാണ് വരവ്. ബാത്റൂമിൻ്റെ വെളിയിൽ നിന്നുകൊണ്ട് അതിന് കിടന്ന് മുടി വാരിക്കിട്ടുമ്പോൾ അതൊക്കെ കാണാം. എൻ്റെ ശരീരത്തിലെ രക്തയോട്ടം നല്ലവണ്ണം വർദ്ധിച്ചു. സീമ ചെറു പുഞ്ചിരിയോടെ അകത്തേക്ക് കയറി. ഇപ്പോഴും ആ സീമ അയച്ചെന്നിട്ടേക്കുക. അകത്തിട്ടേക്കുന്നത് ചുവന്ന കളറുവാണ്. അതൊക്കെ ഇങ്ങനെ നല്ലവണ്ണം കാണുകയും ചെയ്യാം. അജുവിന് ആകെ ഒരു വെപ്ലാരം കയറിയ അവസ്ഥയായിരുന്നു. അതേ സ്റ്റാൻഡിൽ പിടിച്ച മാമി കാണുമെന്നുള്ള പേടിയിൽ വേഗം തന്നെ വെള്ളം കോരി ദേഹത്തേക്ക് വെച്ചു. കാള പോലെ വളർന്നവനെ കുളിപ്പിക്കേണ്ട അവസ്ഥയാണല്ലോ ദൈവമേ എനിക്ക്. സീമ ചിരിച്ചുകൊണ്ട് അവൻ്റെ തോളിലൊന്ന് നുള്ളി. ഒന്ന് പോ മാമി, കളിയാക്കാതെ. ഒന്ന് കുനിയുടെ ഇറക്കുക. സോപ്പെടുത്ത് അവൻ്റെ പുറത്തെല്ലാം തേച്ച് പതപ്പിച്ച സീമ വല്ലാത്തൊരു നിർവൃതിയിലായിരുന്നു ആ നിമിഷം. വിവാഹത്തിന് മുമ്പ് വീട്ടിനടുത്തുള്ളൊരു പയ്യനുമായി ചെറിയ ഇടപാടൊക്കെ സീമയ്ക്ക് ഉണ്ടായിരുന്നു. അത് വീട്ടുകാരറിഞ്ഞതിന് ശേഷമായിരുന്നു പ്രായം കുറച്ച് കൂടുതലാണെങ്കിലും ധൃതി പിടിച്ചുള്ള കല്യാണം നടത്തിയത്. അവനല്ലെങ്കിൽ മറ്റൊരാൾ ഇത് ലൈനായിരുന്നു അപ്പോഴും സീമയ്ക്ക്. ഇനി പാത്തുപരികിലൊരു ബന്ധവും വേണ്ട. വിവാഹം കഴിഞ്ഞ് തന്നെ ഭർത്താവിനൊപ്പം കെട്ടി പറഞ്ഞാൽ മതിയല്ലോ എന്ന ചിന്തയും മനസ്സിൽ വെച്ചിട്ടാണ് അവൾ ആ വീടിൻ്റെ പടിയിറയത്. എന്നാൽ ആഗ്രഹിച്ച പോലൊരു ജീവിതമേ അല്ലായിരുന്നു സീമയെ കാത്തിരുന്നത്. കെട്ടിണ്ടെന്നാ അത് മര്യാദയ്ക്കൊന്നും അടിക്കുക പോലും ഇല്ല. അവളത് കണ്ടിട്ടില്ല ശരിക്കുന്നതാക്കുന്ന. പാരാത്ത കയറി വന്ന് കൂർക്കം വലിച്ചെടുക്കുന്ന മനുഷ്യൻ നിന്ന് കുഞ്ഞെങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ അതും സീമയുടെ മിടുക്ക് തന്നെയായിരുന്നു. ആഗ്രഹങ്ങളൊക്കെ മനസ്സിലടക്കി വെച്ച് സ്വന്തമായിട്ടൊക്കെ ആക്കി. വഴുതനയും ക്യാരറ്റൊക്കെ ഇല്ലേ? അപ്പോഴാണ് അജുവിനെ അവൾക്ക് കിട്ടുന്നത്. അമ്മയുടെ മരണശേഷം സീമയും കൂടി മുൻകൈ എടുത്തിട്ടാണ് അവനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നത്. കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്ക് ശ്രദ്ധമായിട്ട് ഊഹിക്കാം അല്ലേ? പുറത്തുനിന്ന് കാണുന്നവർക്ക് സീമ ചെയ്തത് നല്ല കാര്യമായിരുന്നെങ്കിൽ അവളുടെ മനസ്സിൽ വേറെ പല ചിന്തകളുമായിരുന്നു അതിലേക്ക് നയിച്ചത്. കാര്യം എന്താണെന്ന് പിടിയിട്ടില്ലേ? കുഞ്ഞിനെ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഓരോന്ന് കാണിച്ച് അജുവിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുക. ഗുണമൊന്നും കിട്ടാതെ വന്നപ്പോഴാണ് സീമയുടെ ഈ അറ്റകൈ പ്രയോഗം. കുട്ടി തോർത്തുകൊണ്ട് നിൽക്കുന്ന അവൻ്റെ ഇത് അവൾ വല്ലാതെ ഇതാക്കാൻ തുടങ്ങി. പുറത്തൊക്കെ സോപ്പ് തേച്ച് പതപ്പിച്ചവൾ രാജുവിൻ്റെ പിറകിൽ നിന്നുകൊണ്ട് തന്നെ 2 കൈകളും മുന്നിലേക്ക് ഇറക്കി എല്ലായിടത്തും സോപ്പ് ഇതാക്കി തുടങ്ങി. എടാ അജു, ഇനി കുളിക്കാൻ നേരം മാമിയെ വിളിച്ചാൽ മതി, ഞാൻ വന്ന് തേച്ച് തരാൻ പുറമൊക്കെ. ആ മാമി. അവൻ്റെ മൂളലും ആ ഒരു വെപ്രാളവും ഒക്കെ കണ്ട് സീമ തോളി പിടിച്ച് തിരിച്ചതും അതിങ്ങനെ സ്റ്റാൻഡ് പിടിച്ച് നിൽക്കുക. എൻ്റെ അമ്മ. കുട്ടിത്തോർത്തിൻ്റെ വിടവിലൂടെ പുറത്തേക്കിറങ്ങി അതായിട്ട് നിൽക്കുന്നത് കണ്ടതും സീമ ശരിക്കും നെടുവീർപ്പെട്ടു പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ അജുവും
രണ്ടുപേരും നിശബ്ദമായിക്കൊണ്ട് അടുത്തെന്തെന്ന പോലെ നിൽക്കുമ്പോൾ സീമ കണ്ണ് ചിമ്മാതെയായിരുന്നു അത് നോക്കി വെള്ളം ഇറക്കിയത്. ഓ, എന്ത് വലുതാടാ എൻ്റെ അമ്മ, ഈ പ്രായത്തിൽ ഇത്രയൊക്കെ ആകുമോ അത്? അവളുടെ മനസ്സിലേക്ക് പല ചിന്തകളും ഓടി മറിഞ്ഞു. കൂടെ കെട്ടേണ്ടതും കൂടെ അടുത്തപ്പോൾ വൻ പുച്ഛം. വെറുതെ അല്ല ചെറുക്കൻ നിന്ന് പഴങ്ങിയത്, അത് മാമി അറിയാതെതായതാ. വിറച്ചു കൊണ്ട് മറുപടി നൽകി. സീമ അജുവിൻ്റെ സ്വപ്ന റാണിയൊക്കെ തന്നെ ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെറും നാടൻ കുടുങ്ങിയായിരുന്നു. അതിനെന്താ മോനെ പേടിക്കുന്നേ? എല്ലാവർക്കും ഇതുപോലൊക്കെ ഇതാവും, അല്ലാതെ ഇങ്ങനെ നാണിച്ചാൽ എങ്ങനെയാ? അത് മാമി എൻ്റെ അമ്മ ഇതുപോലൊരു പേടിച്ചൂറി. നിനക്ക് മാമിയെ കണ്ടപ്പോഴാ സെറ്റായേ? വാതുറന്ന് പറയടാ അജുക്കുട്ടാ, മാമിയുടെ എന്ത് കണ്ടപ്പോഴാ? അവളുടെ ആർത്തിയോടുള്ള ചോദ്യത്തിന് മുന്നിൽ അവനൊന്ന് പരങ്ങിയെങ്കിലും മെല്ലെ വാതുറന്ന് മറുപടി പറഞ്ഞു. അത് മമ്മിയുടെ മേളത്തത് അതിങ്ങനെ തട്ടിപ്പോൾ അതൊന്ന് സെറ്റായിപ്പോയതാ. കള്ള, അപ്പോൾ മാമിയുടെ അതൊക്കെ ഇഷ്ടമാണോ മോനിക്ക്? പിറകിൽ നിന്ന് സീമ വീണ്ടും അത് അവൻ്റെ പുറത്തേക്ക് അമർത്തി നിന്നുകൊണ്ട് വയറ്റ് പേരുന്ന കൈ മെല്ലെ മെല്ലെ താഴേക്ക് താഴ്ത്തി വെച്ചു. അവിടുന്ന് മുറുക്കി പിടിച്ചു. മാമി അജു പുളഞ്ഞുകൊണ്ട് കുതറി മാറാൻ ശ്രമിച്ചു. തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരാൾ അവിടെ ഇതാക്കുന്നത്. ആ പിടുത്തത്തിൽ അവനാണ് ആകെ ഷോക്കേറ്റ പോലെ ആയിരുന്നു. ഒന്ന് അടങ്ങി നിൽക്കണ മോനെ, മാമി ഒന്ന് പിടിച്ചു നോക്കട്ടെ. ഇതിൽ നാളുകളായി മനസ്സിൽ കൊണ്ടുവരുന്ന ആഗ്രഹം നടക്കാൻ പോകുന്ന നിമിഷത്തിൽ ആവേശം കയറിയ സീമ ഒരു തരത്തിലും അവനെ വിട്ടുമാറാൻ തയ്യാറല്ലായിരുന്നു. ഓ, എന്തു വലുതാടാ മോനെ, നീ ചെയ്യാറുണ്ടോ? ആ മാമി, പിന്നെ ഇതൊന്നും വേറെ ആരും അറിയരുത് കേട്ടോ, ഞാനിതാക്കി തരട്ടെ നിനക്ക്. അജു മെല്ലെ മൂളിയതും സീമ പരിപാടി തുടങ്ങി. അവൻ ശരിക്കും വല്ലാണ്ടായിപ്പോയി. പിന്നെ ശബ്ദങ്ങൾ മാത്രം. അജുക്കിട്ടാ വരാറായോ പൊന്നിന്? ആ, എനിക്ക് വരുന്നുണ്ട് മാമി. എൻ്റെ അമ്മ അവനങ്ങനെ അവസാനം ഒന്ന് സ്പന്നു മൊത്തം പുറത്തേക്ക് ഇതാക്കി സീമ അവനെ തിരിച്ചിതാക്കി. കള്ള ഒരുപാടുണ്ടായിരുന്നല്ലോ. അത് മാമി ഞാൻ എന്തിനാടാ ഇനി നാണിക്കുന്നത്? ഇനി വൈകിട്ട് മാമി ഇതാക്കി തരാം, ഇതുപോലെ പോരെ? അവൻ്റെ ദേഹത്തേക്ക് വെള്ളമൊക്കെ കൊതിച്ച് തളർന്നു തുടങ്ങി അതൊക്കെ ഒന്ന് സെറ്റാക്കി അവനെ കുളിപ്പിച്ച് അവൾ പുറത്തേക്ക് ഇറക്കി. അങ്ങോട്ട് പോയിക്കോ, മാമി കുളിച്ചിട്ടങ്ങ് വന്നേക്കാം. മൂളിക്കൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ സ്വർഗം കണ്ട നിമിഷങ്ങളായിരുന്നു അത്. ഓ, എന്ത് സുഖമാണ് മാമി ഇതാക്കി തന്നപ്പോൾ. അവൻ ഓരോന്നാലോചിച്ച് വീട്ടിലേക്ക് കയറി ഡ്രസ്സൊക്കെ മാറിയിട്ട് മാമിയുടെ റൂമിലേക്ക് വന്ന് കുഞ്ഞിൻ്റെ കൂടെ കിടന്നു. ഈ സമയം വാതിലടച്ച സീമ ഡ്രസ്സൊക്കെ ഊരി മാറ്റിയിട്ട് കുളിക്കാൻ തുടങ്ങി. അങ്ങനെ സമയം മുന്നോട്ട് നീങ്ങി. കുളിയൊക്കെ കഴിഞ്ഞ് മുറിയിലേക്ക് കയറി വന്ന സീമ വീണ്ടും അജുവിനെ ഉണർത്തുകയായിരുന്നു. ഇടനുള്ള ഡ്രസ്സൊന്നും എടുക്കാതെയായിരുന്നു സീമ ബാത്റൂമിലേക്ക് കുളി പാസ്സാക്കിയത്. അതിലാകെ നനവും സോപ്പൊക്കെ പടർന്നത് കൊണ്ട് അടിപ്പാവാടെടുത്ത് ഒന്ന് ചുറ്റിയിട്ട മുറിയിലേക്ക് വന്നേ. അവനെ കണ്ടതും അവൾ ചിരിച്ചുകൊണ്ട് മുടി ചുറ്റി തോത്തടിക്കുമ്പോൾ വെണ്ടിക്കിടന്ന അജു അത് കണ്ട് കൊത്തി വലിക്കുകയായിരുന്നു. പാവാടയ്ക്കുള്ളിൽ തിങ്ങി നിൽക്കുന്ന ഓരോന്ന് കണ്ട് അവൻ്റേത് വീണ്ടും ഉണർന്നു. മോനെ ഉണർന്നായിരുന്നോടാ അജുക്കുട്ട? ഇല്ല മാമി, ആൾ നല്ല ഉറക്കത്തിലാണ്. രാത്രി ഉറങ്ങാതിരിക്കാനുള്ള പരിപാടിക്കാണ് ചെറുക്കൻ കിടന്ന് ഉറങ്ങുന്നത്. അവൻ്റെ മുന്നിൽ നിന്ന് ഓരോന്നാക്കി സീമ അലമാര തുറന്ന് എല്ലായിടത്തും പുറത്തേക്ക് ഇറങ്ങി. പ്ലിങ്ങായല്ലോ. സീൻ പിടിക്കാൻ കൊതിച്ച അജു അവൾ പോയതും അതൊന്ന് പിടിച്ചൊന്ന് സെറ്റാക്കി. അജുവോ? പുറത്തിറങ്ങിയ സീമ അവനെ നീട്ടി വിളിച്ചു. എന്താ മാമി? ഇങ്ങോട്ട് വന്നേ മോനെ. ബെഡിൽ നിൽക്കാടുന്ന അജു ചാടി ഇറങ്ങി പുറത്തേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ ഇടാണ്ട് ഇങ്ങനെ സീമ തിരിഞ്ഞ് നിൽക്കായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് അവൻ ശരിക്കും വീണ്ടും വിറച്ചു തുടങ്ങി. ഒരു ചെറിയ പരങ്ങളോടെ അവളുടെ അടുത്തേക്ക് ചെന്നു.
വന്നോ അജിക്കുട്ടാ, ഈ ക്രീമൊന്നും മാമയുടെ പുറത്തേക്ക് പുരട്ടിത്താടാ, ഞാൻ എത്ര നോക്കിയിട്ട് നടക്കുന്നില്ല. അതിടാണ്ട് വിളിച്ചതാണെന്ന് കരുതി അവൻ ലോട്ടറി അടിച്ച് സന്തോഷമായിരുന്നു. ഇപ്പോൾ കൈ വിറയ്ക്കുന്നുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാൻ ബെല്ലം പിടിച്ചുകൊണ്ട് ആ ക്രീം വാങ്ങി സീമയുടെ പുറത്തേക്കൊക്കെ തേച്ച് ഇതാക്കി. നല്ലപോലെ ആക്കടാ. അതുപോലെ കൈ അമർത്തി അങ്ങ് ചെയ്തു. അവൻ്റേത് ആ കൈ അത് ദേഹത്തിന് ആയപ്പോൾ എന്ത് സുഖാണ് മോനെ. സൈഡിൽ താഴെയൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. ഇത് നടുവേദനയുടെ വല്ലതുമാണോ മാമി? അതൊന്നും അല്ലടാ, ഇത് ശരീരമൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാനുള്ള ക്രീമാണ്. നല്ല മണം കേട്ടോ തേച്ചപ്പോൾ. തടവി തടവി കൈ മുന്നിലേക്ക് ഇറക്കാനുള്ള ധൈര്യം എന്തെങ്കിലും ഇല്ലെങ്കിലും അവളുടെ പുറത്ത് നല്ലപോലെ ഒന്ന് രസിക്കാൻ നിൽക്കുമ്പോഴാണ് മുറി നിന്ന് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടത്. അയ്യോ, മോൻ ഉണർന്നു. സീമ കയ്യിലിടുന്ന നൈറ്റ് പുല്ലെടുത്തിട്ടാണ് അവൻ റൂമിലേക്ക് ഒരൊറ്റ ഓട്ടം. എന്താ ചെയ്യണമെന്നറിയാതെ നിന്ന് പോയ അജു കൈയൊക്കെ തെളിച്ചിട്ട് മെല്ലെ നടന്ന് ഹാളിലെ സെറ്റിലേക്ക് ഇരുന്ന് TV ഓൺ ചെയ്തു. നിമിഷങ്ങൾ മുന്നോട്ട് പോയി. ഉറങ്ങിയോ മാമി? കൈ പിടിച്ചുകൊണ്ട് ഓടി നൈറ്റി ഇട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ സീമയോട് മനു ചോദിച്ചു. ഉറങ്ങിയണം മോനെ. അവൾ വന്ന അജുവിൻ്റെ അരികിലേക്ക് ചേർന്നിരുന്നു. ഇപ്പോഴും ആ സിമ്പൊക്കെ തുറന്ന് തന്നെ ഇട്ടേക്കണം. അവളുടെ തിരക്ക് കാണുകയും ചെയ്യാം. അത് നോക്കി അവൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇറക്കുന്നുണ്ട്. ഇന്നലെ മാമൻ എപ്പോഴാണ് വന്നേ? അതൊന്നും പറയാതിരിക്കുന്നത് ചെറുക്കം നല്ലേ. രാത്രി 2 മണിയായപ്പോൾ വന്നിട്ട് വെളുപ്പിന് 5 മണിയായപ്പോൾ പോവുകയും ചെയ്തു. ഇന്നും അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും എൻ്റെ മാമൻ്റെ കാര്യമേ. സീമ ചെറിയ പുച്ഛത്തോടെ പറഞ്ഞു കൊണ്ട് വലത് കൈയെടുത്ത് അവൻ്റെ കാലിന്മേൽ വെച്ചു. അജു പെട്ടെന്നുള്ള ആ പ്രവൃത്തി ഒന്ന് പൊളഞ്ഞു. എൻ്റെ ചെറുക്ക, എന്തിനാടാ ഇങ്ങനെ പൊളയുന്നേ? അത് മാമി പെട്ടെന്ന് ഇതാക്കിയപ്പോൾ ഇക്കിളിയായി. പോത്ത് പോലെ വളർന്നില്ലടാ നീ. എന്നിട്ട് അവൻ്റെ ഒരു ഇക്കിളി. സീമ പറഞ്ഞുകൊണ്ട് അതിങ്ങനെ മുളയ്ക്ക് കൊണ്ട് അതേക്ക് പിടിച്ചു. എടക്കള്ള, ഈ ആള് കൊള്ളാലോ, വെറുതെ അല്ല ഒന്നിതായേ. അത് മാമി അടുത്ത് വന്നിരുന്നപ്പോൾ ഒന്ന് സെറ്റായതാ. അച്ഛൻ വിറച്ചുകൊണ്ട് പറഞ്ഞു. അതുകൊണ്ടല്ലേ മോനെ നിനക്ക് മാമി ഇതാക്കി തരാമെന്ന് പറഞ്ഞ്. ഇനി സെറ്റാവുമ്പോൾ മാമിയോട് പറഞ്ഞാൽ മതി, മാമി ചെയ്തു തരാം. അത് പിന്നെ എനിക്ക് മാമിയെ കാണുമ്പോൾ തന്നെ ഇതാവുകയെ. ആയിക്കോട്ടെ, ആണുങ്ങളായ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇതുപോലൊക്കെ ഒന്നാവണം. രാത്രി ആരൊക്കെ കഴിച്ചിട്ട് മാമി ഒന്നുകൂടി ഇതാക്കി തരാം കേട്ടോ. അവനൊരു വെള്ളം ഇറക്കിക്കൊണ്ട് പറഞ്ഞു. ഇടക്ക് മതിയാ, ഈ മാമിയുടെ അവിടെ നോക്കി വെള്ളം ഇറക്കാണോ? ഞാൻ കുറച്ച് തരട്ടെ നിനക്ക് കുടിക്കാൻ? പറ പൊന്നെ, മാമി തരട്ടേന്ന്. സീമ ആകെ മറ്റേ അവസ്ഥയിലായിരുന്നു. അപ്പം പിന്നെ അവൾ ചോദിച്ചില്ലെങ്കിലേ ഉള്ളൂ. അവൻ മൂളിയതും മടിയിലേക്ക് പിടിച്ച് കിടത്തിയ സീമ അതിങ്ങനെ പുറത്തേക്ക് ഇതാക്കി അതിങ്ങനെ പതിയെ അവൻ്റെ എല്ലായിട്ട് കൊടുക്കും. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കത്തില്ലേ? ഓൾറെഡി കുഞ്ഞുള്ളത് കാരണം അവൾക്കത് വന്നുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ. അപ്പോൾ ദേ അവന് കൊടുക്കുക. നല്ല പോലെ ഒന്ന് ഇതാക്കിക്കോ. അതുപോലെ ഇടക്കള്ള അറിയാമല്ലോ കുടിക്കാനൊക്കെ. അവൻ്റെ മുടിയിഴകളിൽ തഴുകിയിരുന്ന് കൊണ്ട് TV കാണുമ്പോൾ അച്ഛൻ മടിയിൽ കിടന്ന് അതിങ്ങനെ ഇതാക്കുക. എൻ്റെ പൊന്നെ, മമ്മിയുടേത് കുടിച്ചോ? പിന്നെ ഇതൊന്നും ആരും അറിയരുത് കേട്ടോ. ഇല്ല മമ്മി, ഞാൻ ആരോടും പറയില്ല. പറയാതിരുന്നാൽ ഇനി ഇതുപോലെ തരാം. സീമ പാതി അടഞ്ഞ കണ്ണുകളുമായി അവനെ നോക്കി പറഞ്ഞു. എന്നിട്ട് അവൾ എന്നിട്ട് വാഷ്റൂമിലേക്ക് പോയി. താഴെയിട്ടിരുന്നതൊക്കെ ഒന്ന് മാറ്റി. അതാകെ നടന്നിട്ടുണ്ടായിരുന്നു. അതാ എൻ്റെ അജുക്കുട്ട ഓടി വന്ന മാമി ഇതാക്കടാ. പിന്നെ വേറൊരു ഇതായിരുന്നു അവിടെ. ഞാൻ കൂടുതൽ പറയണില്ല. അജുവിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവനെ കൊണ്ട് പല തടവുകളും സീമ എടുത്തു നോക്കിയെങ്കിലും, അതായത് ഒന്നും ചെയ്യിക്കാൻ ഒന്നും നടക്കാതെ വന്നപ്പോഴായിരുന്നു ഈ പുറത്തേച്ച് കൊടുക്കലും കുളിപ്പിക്കലും എണ്ണ തേച്ച് കൊടുക്കലും ഒക്കെ പറ്റിയ. ഇന്ന് രാത്രി തന്നെ അവൻ്റെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അങ്ങനെ പലതും മനസ്സ് തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് ഒന്ന് സെറ്റായി ഫ്രഷായി അവൾ വീണ്ടും ഹാളിലേക്ക് വന്നു. അങ്ങനെ സമയം വീണ്ടും മുന്നോട്ട് നീങ്ങി. അജു, ചോറ് വിളമ്പട്ടെ? ഇപ്പോഴോ? സമയം 9 മണിയാകുന്നില്ലല്ലോ മാമി. TV കണ്ടുകൊണ്ടിരുന്ന അജു അവളെ നോക്കി പറഞ്ഞു.
എന്തായാലും മാമ വരാൻ താമസിക്കില്ലേടാ, നമ്മളെന്തിനാ വെറുതെ ഉറക്കം തൂങ്ങിയിരിക്കുന്നേ. അതും ശരിയാ, എന്നാൽ മാമി വിളമ്പിക്കോ, നമുക്ക് കഴിക്കാം. ശരിയടാ മോനെ. സീമ അങ്ങനെ അടുക്കളയിലേക്ക് നടന്നു. 5 മിനിറ്റ് കഴിഞ്ഞ് കാണും. 2 പാത്രത്തിൽ ചോറും കറിയൊക്കെ വിളമ്പിക്കൊണ്ട് സീമ ഹാളിലേക്ക് വന്നു. അത് കണ്ട് അവൻ കൈയൊക്കെ കഴുകി അവളുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കാൻ തുടങ്ങി. വീട്ടുകാര്യങ്ങളും തമാശയൊക്കെ പറഞ്ഞ് നിമിഷങ്ങൾ വീണ്ടും മുന്നോട്ട് നീങ്ങി. അങ്ങനെ കൈയൊക്കെ കഴുകിയിട്ട് വീണ്ടും ടി വിയുടെ മുന്നിലിരിക്കുമ്പോൾ സീമ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് വാതിലും ജനലും ഒക്കെ അടയ്ക്കുന്ന തിരക്കിലായിരുന്നു. സാധാരണ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വേഗം തന്നെ ഉറങ്ങാനായി മുറിയിലോട്ട് കയറുന്ന അജുവും ഇന്ന് മാമിയിൽ നിന്നും പലതും പ്രതീക്ഷിച്ചായിരുന്നു അവിടെ നിന്നിരുന്നത്. ബാട അജു, മാമ വരുന്നവരെ മുറിയിൽ കിടക്കാം. സീമ അവൻ്റെ മുന്നിലേക്ക് വന്ന് അയഞ്ഞു കിടന്ന മുടികൾ വാരിക്കെട്ടി പറയുമ്പോൾ അവൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു. എൻ്റെ അമ്മേ, എന്തിതാ! അവർ നിന്ന് എട്ടുവീർപ്പിട്ട് പോയി. ഇവിടെ വന്നതിന് ശേഷം ചില ദിവസമൊക്കെ മാമയുടെ കൂടെ കിടന്നിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ദിവസം ശരിക്കും സ്പെഷ്യൽ തന്നെയായിരുന്നു. എത്ര നാളും മിണ്ടാ പൂച്ചയെ പോലെ ഇരുന്ന അജു സീമയുടെ അടക്കം നോക്കി വെള്ളമിറക്കിക്കൊണ്ട് മുറിയിലേക്ക് ചെന്നു. ബെഡിൽ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എടുത്ത് തൊട്ടിൽ കിടത്തി അവൾ 0 വോൾട്ട് ബൾബിൻ്റെ വെളിച്ചത്തിൽ ആ ഷീറ്റൊക്കെ വിരിച്ചുകൊണ്ട് അവനെ വശിയായിട്ടൊന്ന് നോക്കി. കയറിക്കോ മോനെ, മാമി സൈഡിൽ കിടന്നോളാം, ചിലപ്പോൾ മോനുണർന്നാൽ എടുക്കണ്ടായോ? ആ മാമി. അവൻ കയ്യിലിരുന്ന ഫോണെടുത്ത് മേശയുടെ മുകളിൽ വെച്ചിട്ട് ബെഡിലേക്ക് കയറി. അവൻ കിടന്നതും സീമയുടെ അത് ബെഡിലമർന്നി തല ചായച്ചു. എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ തോന്നിയെങ്കിലും ആ നിമിഷം നാവ് പോലും പൊങ്ങാത്ത അവസ്ഥയിലായിരുന്നു അവൻ. അങ്ങനെ നീണ്ടു നിവർന്ന് കിടന്നതും അവൻ്റെ സൈഡിലേക്ക് ചെറിയ സീമ ആർത്തിയോടെ വലത് കൈ എടുത്ത് അവൻ്റെ ദേഹത്തേക്ക് താക്കി. അജുവാ, എടാ മാമി വൈകിട്ട് ചെയ്തതൊന്നും ആരോടും പറയരുത് കേട്ടോ, അറിഞ്ഞാൽ നാടക്കേടാ നമുക്ക്. പറയില്ല മാമി, പക്ഷേ മാമി അടുത്ത് വരുമ്പോൾ എനിക്ക് എന്തോ പോലെയാ. അവൻ വിറച്ച് പറഞ്ഞു. അതൊക്കെ മാമി മാറ്റിത്തരാം മോനെ. സീമ അവൻ്റെ ഇട്ടേക്ക് ഷർട്ടിൻ്റെ ഇതൊക്കെ മാറ്റി. പിന്നെ ഇവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? ശരിക്കും നല്ലൊരു പരിപാടി അവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവൾക്ക് ആകെ ഇളകിക്കുന്ന കാരണം അവൾ തന്നെയാണ് മുൻകൈ എടുത്തത്. ഇങ്ങനെ ഓരോന്ന് പരിപാടി നടക്കുമ്പോൾ ഇവിടുന്ന് അവൾ കാട്ടുമ്പോൾ ഇടയ്ക്കൊക്കെ ഫോണിൽ കണ്ട് മാത്രം പരിചയം ഉണ്ടായിരുന്നു അവനിതൊക്കെ. ആദ്യം ഉണ്ടായിരുന്ന പേടിയും വിറയിലൊക്കെ എങ്ങോ പോയി മറിഞ്ഞതും അജു ശരിക്കും ഒരു പുരുഷനായി മാറിയിരുന്നു. അങ്ങനെ ആദ്യമായിട്ടാണെങ്കിലും അജുവിൻ്റെ പതിയുള്ള ഈ പ്രവൃത്തിയിൽ സീമ ശരിക്കും സന്തോഷവതിയായിരുന്നു. അങ്ങനെ അവസാനം ആ സുവർണ്ണ സമയം എത്തി. ഉള്ളിക്കും കയറിയിട്ടോ. അങ്ങനെ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിലും അജുവിൻ്റെ ഒരു താളം അത് ശരിക്കും അവളെ അത്ഭുതപ്പെടുത്തുകയായിരുന്നു. അത്രയ്ക്ക് സ്വർഗം കാണിച്ചിട്ടാണ് അജു ഓരോന്ന് ഇതാക്കുന്നത്. അങ്ങനെ നല്ലൊരു പരിപാടി കഴിഞ്ഞ് വല്ലാത്തൊരു അനുഭൂതിയിൽ അവർ രണ്ടുപേരും ഒരാത്മനിർവൃതിയോടെ അവിടെ തളർന്നു കിടന്നു. അങ്ങനെ നിമിഷങ്ങൾ മുന്നോട്ട് നീങ്ങി. ഒരു ടേണ് കഴിഞ്ഞ് അടുത്ത ടേണ് നിൽക്കുക നമ്മുടെ അജുക്കുട്ടൻ. പക്ഷേ സീമ അതിന് തയ്യാറായിരുന്നില്ല. ഇനി ഇതായിക്കഴിഞ്ഞാൽ പാപം കയറി വരാൻ സമയമായില്ലേ, അപ്പോൾ നമ്മുടെ രസം അങ്ങ് പോകും. മോന് നാളെ ഉറപ്പായിട്ട് ഞാൻ തിന്നാൻ തരാം കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും രണ്ടാളുടെ റൂമിലേക്കായി. പിറ്റേന്ന് രാവിലെ സമയം വെളുപ്പിന് 5 മണിയാകുന്നു. കെട്ടിയവൻ്റെ കുലിക്കുള്ള വെളിയിൽ കണ്ണുകൾ തുറന്ന സീമ കാണുന്നത് കുളിച്ചൊരുങ്ങി കടയിലേക്ക് പോകാൻ നിൽക്കുന്ന ഭർത്താവിനെയാണ്. എന്തു പറ്റി? എന്നും ഈ സമയത്ത് എഴുന്നേൽക്കുന്ന ആളാണല്ലോ. ഉറങ്ങിപ്പോയേട്ടാ. സീമ കണ്ണു തിരുമ്പി പുഞ്ചിരിയോടെ മേലേക്ക് നിവർന്നു. ഇന്നലെ ചെറുക്കനിതാക്കിൻ്റെ ക്ഷീണമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് മുൻവാതിൽ തുറന്നതും കെട്ടിയൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കടയിലേക്ക് വിട്ടു. വെളുപ്പിനടിക്കുന്ന ആ ഒരു കാറ്റ് പുളകം കൊണ്ടുപോയ സീമയുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് അജുവിൻ്റെ ഇന്നലത്തെ പ്രകടനങ്ങളായിരുന്നു. നിമിഷ നേരം കൊണ്ട് ശരീരാസകളൊന്നും മുറുകി. ചെറിയൊരു അനുഭവപ്പെടാൻ താഴെ. അവരെ വിളിച്ചു നിർത്തി ചെയ്യിക്കാനുള്ള പരിപാടിയൊന്നും അവൾക്കില്ലായിരുന്നു.
ഉള്ളിലെ അടക്കി നിർത്താൻ പോലും കഴിയാത്ത ദാഹമായി കുളിക്കാനുള്ള ടവലെടുത്ത് കണ്ട് ബാത്റൂമിലേക്ക് കയറുമ്പോൾ കയ്യിൽ പതിവില്ലാതെ ക്ലീൻ ചെയ്യുന്ന സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഒന്ന് വെട്ടിത്തെളിക്കണ്ടേ അതിന്. അങ്ങനെ സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. രാവിലെ ഉറക്കേന്നിട്ട് അജുവിൻ്റെ ശരീരം മുഴുവൻ ആകെ ഒരു വലിച്ചു മുറുകിയ പോലെയായിരുന്നു. അങ്ങനെ അവന് പുറത്തേക്ക് ഇറങ്ങി മാമീന്നൊരു നീട്ടി വിളിച്ചു. പറയാ അജിക്കുട്ട, പൊന്ന് പാല് കൊടുക്കുവാടാ, മോൻ കുളിച്ച് പാ, അപ്പോഴേക്കും ചായ എടുക്കാം. സീമ മുറിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞതും അവൻ്റെ ഒരു ചെറുതായിട്ടൊന്ന് പറച്ചു. കയറി നോക്കിയാലെന്നൊക്കെ മനസ്സ് മന്ത്രിച്ചെങ്കിലും അതിനൊന്നും മെനക്കെടാതെ അവൻ പുറത്തെ ബാത്റൂം ലക്ഷ്യമാക്കി നടന്നു. എൻ്റെ അമ്മേ, എന്തൊക്കെയെന്നൊരു ദിവസം കണ്ട് ജീവിതത്തിൽ നടന്ന് ഇനിയും പാപ്പയുടെ കൂടെ കിടന്നതാക്കണമെന്ന് അതിയായ ആഗ്രഹത്തോടെ അവൻ വെള്ളം കോരി ദേഹത്തേക്ക് വെച്ചു. കിളിയൊക്കെ കഴിഞ്ഞ് തലയും തോർത്തി പത്തിവ് പോലെ തോർത്തെടുത്ത് അടുക്കള വാതിൽ വഴി അകത്തേക്ക് കയറുമ്പോൾ സീമ അവൻ്റെ മുന്നിലേക്ക് കയറി. കഴിഞ്ഞോ കുളിയൊക്കെ? മാമി, അജു ചെറു ചിരിയോടെ പറഞ്ഞുകൊണ്ട് സീമയെ അടിമുടിയെന്ന് വീക്ഷിച്ചു. ഈ ഭാഗത്തൊന്നും ഇല്ലായിരുന്നു ഇതുപോലൊരു മതാലസ. അവളുടെ മുന്നിലെയും പിന്നിലെയും താഴത്തേൻ്റെയൊക്കെ പിന്നെ പറയേ വേണ്ട. ഇനി ഇവിടെ നിന്ന് ഇന്നലത്തെ പോലെ തോർത്തിനിടയിലൂടെ അത് പുറത്തേക്ക് ചാടുമെന്ന് മനസ്സിലാക്കിയ അവൻ കയ്യിൽ എടുക്കാനായിട്ട് മുറിയിലേക്ക് പോകാൻ തുടങ്ങിയതും അവൾ അജുവിൻ്റെ മുന്നിലേക്ക് കയറി. ഇതാണോടാ കുളിച്ചിട്ട് തോർത്തിയത്? മുടിയിലാകെ വെള്ളമാണല്ലോ. സീമ അട്ടങ്ങാത്ത ഇതവിടെ കൂടി തോളി പിടിച്ച് നെഞ്ചിലിടുന്നതാക്കി മുറിയിലോട്ട് പോയി നല്ലപോലെ ദേഹമൊക്കെ തുടക്കി മനസ്സിൽ പലതും പ്ലാൻ ചെയ്തുകൊണ്ട് അവരെ മുറിയിലേക്ക് തള്ളിവിട്ട് സീമ സ്വയമായിട്ടൊന്ന് ഇതാക്കി നോക്കി. അവയുടെ അജുക്കിട്ടാ ഇങ്ങനെ അവൻ പോയപ്പോൾ സ്വന്തമായിട്ട് അവനെടുത്ത് ഇതാക്കിയിട്ട് അവളെ സ്വന്തമായിട്ട് ഊഹിച്ചതാക്കുക. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞതും അവൾ ചായ ഗ്ലാസ്സിലേക്ക് വെച്ചുകൊണ്ട് അജുവിൻ്റെ മുറിയിലേക്ക് ചെന്നു. ചായ ടേബിളിൽ വെച്ചിട്ട് മുടി ചീകുന്ന അവൻ്റെ പിന്നിലേക്ക് ചേർന്ന സീമ മുന്നിലേക്കിട്ട് കയ്യിലേക്ക് മുകളിൽ കൂടി അത് മേന്നതാക്കി. പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവൻ ശരിക്കും ഇതായി. എന്താണ് കള്ള, രാവിലെ തന്നെ മാമിയുടെ പാലുടിക്കും കൊതിയായിരുന്നു നിനക്ക്? നോക്കി വെള്ളം ഇറക്കുന്നവനോട് അവൻ ചോദിച്ചു. ഇതുവരെ മാറിയില്ലേ ചെറുക്കൻ്റെ തുള്ളൽ? ആണുങ്ങളെപ്പോലെ നെഞ്ചു പിരിച്ച് നിൽക്കണ കുട്ട, സീമ പറഞ്ഞുകൊണ്ട് അവനോരോന്ന് ഇതാക്കാം. എടാ, വെള്ളം ഇറക്കാതെ ഒന്ന് കുടിക്കാൻ നോക്ക്, മാമിക്ക് അടുക്കളയിൽ ജോലിയുള്ളതാ. മാമി, കിട്ടിയ അവസരം ഇനിയും കളഞ്ഞു കുളിക്കാൻ താല്പര്യമില്ലായിരുന്നു അജു. നാവ് പുറത്തേക്ക് ഇതാക്കി അതൊന്ന് സെറ്റാക്കി വാക്കിയത്തോട്ടാക്കി. അങ്ങനെ പിന്നെ അവരവരുടെ പരിപാടി തുടർന്നു. അങ്ങനെ എത്തിയപ്പോഴേക്കും അവൾ മാമിക്ക് കുറച്ച് ജോലി ഇട്ട് അടുക്കളയിൽ ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കഴിച്ചിട്ട് പോലെ തരാട്ടോ. അജു വിളിക്കണ്ട്. ഒരു നിരാശ തോന്നിയെങ്കിലും ഉച്ചയ്ക്ക് ഉറപ്പായിട്ടും സീമ കിടന്നു എടുക്കുന്നത് അവൾ നല്ലപോലെ അറിയാമായിരുന്നു. അങ്ങനെ സീമ അടുക്കളയിലേക്ക് പോയി. അവനാണ് റൂമിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു. സമയം അങ്ങനെ മുന്നോട്ട് പോയി. കുഞ്ഞിനെ കളിപ്പിച്ചും ഇടയ്ക്കിടെ അടുക്കളയിലോട്ട് കയറി സീമയുടെ അനക്കുന്ന ആസ്വദിച്ചും അജുവാണെ മുട്ടയിടാനുണ്ടെന്ന പെടക്കോഴിയെ പോലെ പരക്കം പായുകയായിരുന്നു. അജുക്കട്ടാ, നീ ഇടയ്ക്ക് ഇങ്ങോട്ടൊന്ന് പാവയുടെ ചോര കുടിക്കുകയാണ്. ഒരു കാര്യം പറഞ്ഞേക്കാം, ഉച്ചയ്ക്ക് ഇന്നലെ രാത്രിയെ പോലെ നാടൻ കുടുങ്ങിക്കൊണ്ട് എൻ്റെ അടുത്തേക്കൊക്കെ വന്നേക്കരുത്. അതെന്താ മാമി? എടാ പൊട്ടാ, പെണ്ണുങ്ങൾക്ക് ഇഷ്ടം എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നവരെയാണ്. നമ്മളവരെ നല്ലപോലെ രസിപ്പിച്ച പിന്നെ ഒരിക്കലും നമ്മളെ വിട്ടവർ പോകില്ല. അല്ലാതെ പറയുന്നത് മാത്രം നാടൻ കുടുക്കി ചെയ്താൽ പിന്നെ ഇതുപോലെ ഇതൊന്നും ആക്കാൻ പറ്റില്ല. അതറിയോ നിനക്ക്? നോക്കിക്കോ, ഇന്ന് ഉച്ചയ്ക്കിനെ ഒന്നും ചോദിക്കാതെ തന്നെ മാമയെ നല്ലവണ്ണം ഇതാക്കും. ഇതുപോലൊരു ചുണക്കെട്ടിയാണ് മാമിക്ക് വേണ്ടത്. പിന്നെ ഓരോന്നാക്കുമ്പോൾ മാമി ഇങ്ങനെ ചീത്തയൊക്കെ വിളിക്കില്ലേ, അതുപോലെ മോനും മാമിയെ വിളിക്കണം കേട്ടോ. അയ്യോ, അതെന്തിനാ? ചീത്ത വിളിക്കുന്നത് തെറ്റല്ലേ മാമി? ഒരു തെറ്റില്ല. ഇന്നെന്നെ നീ ചീത്ത വിളിച്ചുകൊണ്ട് താക്കണം. മോൻ ചീത്ത വിളിക്കുമ്പോൾ മാമിക്ക് വല്ലാത്ത സുഖം കേൾക്കാൻ. എന്നിട്ട് കുറേ ചീത്ത പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ വിളിക്കണമെന്നും പറഞ്ഞിട്ട് അജു വിളിക്കണ്ടേ സീമയുടെ അടുത്തേക്ക് ചേർന്നതാക്കി. ഇടക്കാല നീ മാമിയെ ജോലി ചെയ്യാൻ സമ്മതിക്കില്ലേ?
മാമി ചെയ്തോ, നല്ല രസം അങ്ങനെ ഇതൊക്കെ ആക്കി ഇവിടെ നിൽക്കാൻ, എങ്കിൽ ആക്കിക്കോ. സീമ അതും പറഞ്ഞ് അവളെ ഓരോന്നാക്കാനുള്ള ആഗ്രഹങ്ങൾ ഇതാക്കി അവനെ അവിടെ ഇങ്ങനെ ഓരോ ചിന്തയിലായിട്ട് നിൽക്കുക. അങ്ങനെ ആഹാരമൊക്കെ കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് അടുക്കള വാതിലും മുൻവശത്തെ വാതിലൊക്കെ അടച്ച് കുറ്റിയിടുമ്പോൾ സീമയുടെ മനസ്സ് നിറയെ അജുവിൻ്റെതായിരുന്നു. അത് ഓരോന്നാക്കാനും ആ വെപ്രാളത്തോടെ അവൾ അവൻ്റെ മുറിയിലേക്ക് കയറി. ജോലിയൊക്കെ ഒതുങ്ങിയ മാമി വല്ലാത്തൊരു ആർത്തിയോട് ചോദിച്ചു. ഒതുങ്ങിയിട മോനെ, ഇനിയുള്ള ജോലി മുഴുവൻ നിനക്കല്ലേ? സീമ ബെഡിലിരുന്ന് അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ആ സിപ്പൊക്കെ മാറ്റി അച്ഛൻ്റെ മേലേക്ക് ഇതായി. എടാ മുത്തേ, ഒരു ആർത്തിയും വേണ്ട കേട്ടോ, നല്ല പോലെ സമയം എടുത്തോ നീ. ആ മാമി, അതെല്ലാം അങ്ങ് മാറ്റിക്കോ, ഒന്നും വേണ്ട. സീമ പറഞ്ഞുകൊണ്ട് മൊത്തം അങ്ങ് മാറ്റി. അവനത് ഞെട്ടി. ആദ്യമായിട്ടായിരുന്നു പകൽ വെളിച്ചത്തിൽ അവളെ എങ്ങനെ കാണുന്നത്. നോക്കി നിൽക്കാതെ നീ മാറ്റിക്കോ. അവൾ മൊഴിഞ്ഞുകൊണ്ട് അതവളുടെതെല്ലാം മാറ്റി. അങ്ങനെ അവനും മാറ്റി. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ഒരു ദാഹത്തോടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഓരോന്നും തുടങ്ങി. ഇന്നലെ അനുഭവിച്ചതിൻ്റെ അപ്പുറമായിരുന്നു അജുവിൻ്റെ ഓരോ ചെയ്ത്തുകളും. നിമിഷങ്ങളോളം അവളെ വല്ലാണ്ട് ഇതാക്കിയിട്ട് തന്നെ അവൻ ഓരോന്നിലേക്ക് മാറി മാറി കിടക്കുന്നത്. അങ്ങനെ ശബ്ദങ്ങളും അവശക്തങ്ങളും കൂവലും ഒക്കെ ആയിട്ട് അവരുടേത് നല്ലപോലെ അവിടെ നടന്നു കഴിഞ്ഞു. അങ്ങനെ നിമിഷങ്ങൾ മുന്നോട്ട് നീങ്ങി. ഒരു സുഖനിർവൃതിയോടെ സീമ അവനെ അത് സെറ്റാക്കി എടുത്തു. രണ്ടുപേരും മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ അജു അതൊക്കെ പഠിച്ചതും അവനെ പഠിപ്പിച്ചതും സീമയുടെ ശിക്ഷണത്തിൽ തന്നെയായിരുന്നു. ആ രാത്രി വീണ്ടും അവളുമായിട്ട് ചെയ്തു. പിന്നീട് ദിവസങ്ങളിൽ രണ്ടുപേരുടെയും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിയിരുന്നു ഈ മേളം. ബെഡ്റൂമും അടുക്കളയും ബാത്റൂമും വിറകുപുരയും വെളുപ്പിനെ കെട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ആ നേരം റെസ്റ്റില്ലാതെ തന്നെ രണ്ടുപേരും നല്ലവണ്ണം പണിയെടുത്തിരുന്നു. അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് പോകവേ അജുവിനെ പോലെ അവൻ്റെതും നല്ലതുവണ്ണം നീളം വെച്ചു. അവളുടേത് മൊത്തത്തിൽ പറ്റിയെങ്കിലും സീമ ശരിക്കൊരു മറ്റേതായിട്ട് മാറിയിരുന്നു. അപ്പോൾ ആര് കണ്ടാലും തൂക്കി നിൽക്കുന്നു പോവും, അത്രയ്ക്ക് വലുപ്പമായെല്ലാം. അങ്ങനെ പഴയ ഓർമ്മകളും നുകർന്നുകൊണ്ട് അജു നല്ല പോലെ ഒന്ന് ഉറങ്ങി. സമയം 4 മണിയാക്കുന്നു. പുറത്തെ ശമ്പളത്തിത്ത കൊണ്ടുവച്ച് ചായയും കുടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇത് തുണി അലക്കുന്നത് കാണുന്നത്. മാമി അടുത്തുണ്ടെങ്കിൽ ഈ സമയത്തൊരു അതുറപ്പായിരുന്നു. അടുത്തേക്ക് ചെന്നാൽ ഉറപ്പായും എത്തിയിട്ടത് കാണാം. അതുപോലുള്ളൊരു നൈറ്റി ആയിരുന്നു പുള്ളിക്കാരൻ ഇട്ടിരുന്നത്. ദേഹത്തടെ ഷോളും ഇല്ല. ഒരു കുട്ടി നിക്കറും ബനിയനും ഇട്ട് കണ്ട് അവിടെ നിന്ന് വിലകുമ്പോഴാണ് ശമ്പളയുടെ നീട്ടിയുള്ള വിടി കാതിലേക്ക് എത്തിയത്. അജു, ചായ ഞാൻ അവിടെ കൊണ്ടുവച്ചായിരുന്നു, കുടിച്ചോ? അതൊക്കെ കുടിച്ചു. ഈ സമയത്തെന്താ ഒരു അലക്കൽ? ഓ, ഞാനെന്തും ഈ സമയത്താണ് കഴുകുക. ശമ്പളം നിവർന്ന് നിന്നുകൊണ്ട് അവനെ നോക്കി ചിരിച്ചു. ആളങ്ങ് ദൂരെയാണെങ്കിലും ഇത്തട ഒരു ഇതൊക്കെ അവനെ അങ്ങ് സെറ്റാക്കി. എന്നിട്ട് ബോറടിക്കാൻ തുടങ്ങിയോ? ഇങ്ങോട്ട് വാ, സംസാരിച്ചിരിക്കുന്ന ഒരു മടിയില്ലാത്ത ശമ്പളത്താ അവൻ ക്ഷണിച്ചതും ഒരു മടിയും കാണിക്കാതെ അവനും അങ്ങോട്ട് നടന്നു. എന്താ വെച്ചു, ഞങ്ങളുടെ സ്ഥലമൊക്കെ ഇഷ്ടമായെന്ന് പറഞ്ഞിട്ട് ബോറടിക്കാൻ തുടങ്ങിയോ? ഇങ്ങനെ സംസാരിക്കാൻ ആളെങ്കിൽ എന്ത് ബോറാത്താ? ഞാനിങ്ങനെയാ, ആരെ കണ്ടാലും എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ചോദിച്ചൊക്കെ ഇരിക്കും. ഞാൻ ബോറാവുകയാണെങ്കിൽ പറയണം കേട്ടോ. ഏയ്, അതൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. എന്തിൻ്റെ കൂടെ സംസാരിച്ചിരുന്നാൽ സമയം പോകുന്നതേ അറിയില്ല. അവൾ കാലിലരച്ച് കഴുകിയ നീല നിറത്തിലുള്ള അടിപ്പാവയുടെ വെള്ളത്തിൽ മുക്കി കുലുക്കി പിഴിയുമ്പോൾ നൈറ്റിൽ ഇറക്കിയിരുന്ന അതൊക്കെ അത് കാണേണ്ടതായിരുന്നു. അജുവിൻ്റെ നോട്ടം തൻ്റെ അവിടേക്ക് കാര്യക്കുന്ന അവൾക്ക് നല്ല പോലെ അറിയായിരുന്നു. ഇതുവരെ ഒരു അന്യപുരുഷനായിട്ട് ഒന്നിനും പോയിട്ടില്ലാത്ത അവൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇതുപോലെ വിരുന്നെടുക്കാൻ വല്ലാത്തൊരു ആവേശമായിരുന്നു ശ്യാമളത്തേക്ക്. അവരുടെ നോട്ടെ കണ്ട് ശ്യാമള ചിരിച്ചതും അജു മൂക്കൊന്ന് മാറ്റി. ഇക്ക വന്നായിരുന്നോ? ആ, വന്ന് കഴിച്ച് വീണ്ടും പോയി. ഇനി പാതിരാത്രി നോക്കിയാൽ മതി പുള്ളിക്കാരനെ. ഇവിടെ വാഷിംഗ് മെഷീനൊന്നും ഇല്ലേത്താ? അതൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? എല്ലാം ഉണ്ട്, പക്ഷെ എനിക്കിങ്ങനെ കഴുകുന്നതാണ് ഇഷ്ടം. അതും ശരിയാ, ഇടയ്ക്കൊക്കെ ശരീരമൊക്കെ ഒന്ന് അനങ്ങൂലോ. ആ, കൊള്ളാലോ, എന്നെ കളിയാക്കിയതാ.
അയ്യോ, കളിയാക്കണമൊന്നും അല്ല കേട്ടോ. ഒന്നുമില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഇതുപോലെ വന്നിരുന്ന് സംസാരിക്കാമല്ലോ. അത് നേരെ അജു. ആളും അനക്കൊക്കെ ഉണ്ടെങ്കിൽ തന്നെ രസമാണ് ജീവിതം. ശമ്പളത്ത് പറഞ്ഞുകൊണ്ട് പൂക്കളുള്ള വലിയൊരു താഴത്തേക്കിങ്ങനെ കല്ലിക്കുറിച്ച് സോപ്പ് തേക്കാൻ തുടങ്ങി. അതിൻ്റെ അടിഭാഗത്തെ നിറമാറ്റവും വലിപ്പമൊക്കെ കണ്ട് അവൻ്റെ ഒന്ന് കുളിർമയടഞ്ഞു. സീമ മാമിയെ കടത്തി വെട്ടുന്നതായിരുന്നു ശമ്പളത്തടപ്പുറം. തുണി സോപ്പ് തേക്കുമ്പോഴും വെള്ളത്തിലിട്ട് കുലുക്കി കഴുകുമ്പോഴും അതാകെ ഇങ്ങനെ തുടിക്കുന്നത് കാണാൻ നല്ല ചേലായിരുന്നു. അജു എങ്ങനെയാ? ഇടയ്ക്കൊക്കെ അടിയൊക്കെ ഉണ്ടോ? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമല്ലേ എത്താ? ആദ്യമായ ഇങ്ങനെ ഒരാളെ കാണുന്നത്. ഇവിടെയൊക്കെ മിക്ക ദിവസം 2 അടിക്കും. ആണോ? എങ്കിൽ പിന്നെ ഇക്കയുടെ ശിക്ഷണം സ്വീകരിച്ചിട്ട് കാര്യം. അയ്യടാ, വെറുതെ ഇല്ലാത്ത സ്വഭാവമൊന്നും പഠിക്കാൻ നിൽക്കണ്ട. സത്യം പറഞ്ഞാൽ എനിക്കതിൻ്റെ മണം കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല. അതൊക്കെ വെറുതെ. ചില ആളുകൾക്ക് ഇത് 2 രാത്രി അടിച്ചാലേ ഒരു ഉന്മേഷമൊക്കെ കിട്ടും. അജു ശമ്പളത്തിന് നോക്കിയൊന്ന് എറിഞ്ഞു. അതൊരു കണക്കിന് ശരിയാ. അവൾ ചെറിയ നാണത്തോടെ ചിരിച്ചുകൊണ്ടൊരു മറുപടി പറഞ്ഞു. അമ്പടി ഇതാ നാണം കണ്ടില്ലേ? അല്ലെങ്കിലും എനിക്ക് കണ്ടാലറിയാം ആളൊരു പുലിയാണെന്ന്. പുലിയൊക്കെയാ, പക്ഷേ പുലിയാവാനുള്ള സമയമൊന്നും കിട്ടാറില്ല. അവൾ ചെറിയ നിരാശ പ്രകടിപ്പിച്ചു. ഇത്രയും സൗന്ദര്യമൊക്കെ ഉണ്ടായിട്ടോ? കളിയാക്കല്ല സാറേ, ജീവിച്ച് പൊക്കോട്ടെ പാവം. എന്ത് പറഞ്ഞാൽ ഇത്തേക്ക് കളിയാക്കലാണല്ലോ. പക്ഷേ ഉള്ളത് പറയാലോ, ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും സൗന്ദര്യമുള്ളവരെ കാണുന്നത്. അജുവിൻ്റെ ആ സംസാരത്തിൽ ശമ്പളത്തു നിന്ന് പറഞ്ഞുകൊണ്ട് കണ്ണിമ വെട്ടാതെ അവനെ ഒന്ന് നോക്കി പേടിപ്പിക്കണ്ട മാഡം, ഞാനുള്ളതാ പറഞ്ഞ്. അതിന് ആര് പേടിപ്പിച്ചു? ഞാൻ അജുവിൻ്റെ പൊക്കിയടി കേട്ടിന്ന് നിന്ന് പോയതാ. പൊക്കിയടിയെങ്കിൽ പൊക്കിയടി പറഞ്ഞ് എന്നെ വേണം തല്ലാൻ. അലക്ക് കല്ലിൻ്റെ സൈഡിലെ കൽക്കുത്തിയിരുന്നവൻ മേലേക്ക് നിവർന്നുകൊണ്ട് നടുവൊക്കെ ഒന്ന് വിരിച്ചു. എന്നാൽ ഈ സമയം ശമ്പളത്തിൻ്റെ കണ്ണുകൾ പാഞ്ഞത് അവൻ്റെ താഴേക്കായിരുന്നു. അവിടെ സെറ്റായില്ലോ ചെറുക്കൻ, അവൾ മനസ്സിൽ മുറിഞ്ഞു. ഞാൻ പോകുക ശമ്പള മാഡം, അലക്കടക്കട്ടെ. അയ്യോ, അജു പോവാ? പിണങ്ങിയോ? എന്തിന്? അല്ല, പൊക്കിയടിയാണെന്ന് പറഞ്ഞേന്. അതോ അതിത്ത പറഞ്ഞതല്ലേ? ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റം ഇല്ലല്ലോ. പിന്നെ ഇത്തയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആർക്കാലും ഒന്ന് പൊക്കിയടിക്കാനൊക്കെ തോന്നും. സത്യം പറയാമല്ലോ അജു, ഞാൻ ഈ സൗന്ദര്യമൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. എങ്കിൽ ഇനി അതൊക്കെ ശ്രദ്ധിക്കണം. ഒന്നുമില്ലെങ്കിലും അടുത്തൊരു ചെറുപ്പക്കാരൻ വന്ന് താമസിക്കുന്നതല്ലേ? എൻ്റെ ഉമ്മ, ആള് കൊള്ളാലോ. ഒരുങ്ങി നടക്കാൻ ഞാനെന്താ കോളേജ് കുമാരിയോ? അത് പറയാനുണ്ടോ? ആർക്കായാലും ഒന്ന് പ്രേമിക്കാനൊക്കെ തോന്നും. ഇക്ക കേൾക്കണ്ട, വല്ലപ്പോഴും ഗർജിക്കുന്ന ആളല്ലേ ഇക്ക. ഞാനൊക്കെ എപ്പോഴും ഗർജിക്കും കേട്ടോ. ഉവ്വ. 2 പേരും ചിരിയും തമാശയും ചെറിയ ഡബിൾ മീനിങ്ങൊക്കെ അടിച്ച് സമയം മുന്നോട്ട് നീങ്ങി. സീമയുടെ 5-6 വർഷത്തെ ശിക്ഷണത്തിൽ ഒരു പെണ്ണിനെ എങ്ങനെ ഇതാക്കണം, അവരുടെ സ്വഭാവം എങ്ങനെയാ കിട്ടുമോ എന്നൊക്കെ മനസ്സിലാക്കാൻ അവന് നല്ല പോലെ അറിയാമായിരുന്നു. എന്തായാലും വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഒരാളായിട്ടെങ്കിലും കട്ട് കമ്പനി കൂടാൻ പറ്റിയതിൽ നല്ല സന്തോഷം ഉണ്ടായിരുന്നു അവന്. ആ സന്തോഷത്തോടു കൂടി നമ്മുടെ കഥയും ഇവിടെ തീരുകയാണ്. ഇതിനുശേഷം ഈ ഉണ്ട് കേട്ടോ. എന്തൊക്കെ സംഭവിച്ചു? ശമ്പളത്തേടെ വല്ലതും നടക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അപ്പോൾ ഇതിൻ്റെ ബാക്കി വേണമെന്നുണ്ടെങ്കിലൊന്ന് കമൻറ്റിൽ അറിയിച്ചോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് കൂടിക്കോ. അടുത്തൊരു കഥയായിട്ട് വേഗം തന്നെ കാണാം. അതുവരെ ബൈ.